ഹായ് ഫ്രണ്ട്സ്, രേണുസുതി ഒരു കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഒരു 22 വയസ്സുകാരനായിട്ട് അവിഹിതമായിട്ട് ഗർഭമുണ്ടായി അബോർഷൻ ചെയ്തു, ഈ പ്രശ്നങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ ഓൺലൈൻ മീഡിയാസ് മിക്കവരും ഒരു 50% ആൾക്കാരായിട്ട് തല്ലി അലക്കാണ്. ഒരു വീടിൻ്റെ മിസ്സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി നടത്തിയത് കോടതിയിൽ ഒരു ജഡ്ജ്മെൻ്റ് ആണോ, തൂക്കിക്കൊള്ളുന്ന ജഡ്ജ്മെൻ്റ് ആണോ എനിക്ക് സംശയം. അതുപോലെയാണ് നൂലിങ്ങനെ കീറി പരിശോധിക്കില്ലേ, അതുപോലെയാണ് എല്ലാവരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, സാധാ ഒരു പെണ്ണാണ്, വായന തെറ്റുകൾ വന്നു പോകാം അല്ലേ, അതിനെതിരെ വന്ന് സോറി പറഞ്ഞില്ല പോലും. എന്തിനാണ് സോറി പറയുന്നത്? മറ്റുള്ളവർക്ക് ഹെർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു തരത്തിലും ഞാൻ കേട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അബോർഷൻ്റെ കേസാണ്. അതിന് മുന്നേ നമുക്ക് ഈ രേണുസുതി പറഞ്ഞ രണ്ട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള രണ്ട് ഒപ്പീനിയൻ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ചേച്ചി മറുപടി കൊടുത്തു. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും. എന്തെങ്കിലും ഇവിടെ ഇവർക്കൊക്കെ എന്താ ഈ പറയുന്നവർക്കാർക്കെങ്കിലും എന്തോ ഈ പറയുന്നവനൊക്കെയാണ്. ഈ ഒരു പറഞ്ഞ പ്രസ്താവനയാണ് ആദ്യമായി രേണുസുതി നടത്തിയത്. ഇതിലിപ്പോൾ എന്താണ് തെറ്റ്? പെണ്ണാണെങ്കിൽ അബോർഷൻ നടത്തിയിട്ടുണ്ടാകാം എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ. പെണ്ണാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടാകാം, പെണ്ണിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ പെണ്ണുങ്ങളും അബോർഷൻ ചെയ്ത് നടക്കുകയാണ് എന്നല്ല അതിൽ അർത്ഥം. ഇതിപ്പോൾ എല്ലാവരും എടുത്തിട്ട് അലക്കുന്നത് എന്താണെന്ന് പറയുക, എല്ലാ പെണ്ണുങ്ങളും ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നാണ്. ഒരിക്കലും അതിനൊരു അർത്ഥമില്ല. എല്ലാ പെണ്ണുങ്ങളും അബോർഷൻ ചെയ്യുന്നവരല്ല. പിന്നെ അബോർഷൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഒരു കുട്ടി നമ്മുടെ പൂർണ്ണ വളർച്ച എത്താത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും കുട്ടിക്ക്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ കുട്ടിയെ ചെക്ക് ചെയ്യും. നമ്മൾ ഈ കുട്ടികളെ ഗർഭം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പ്രസവം നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യാറുണ്ട്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്നത് തന്നെയാണിത്. ചെക്ക് ചെയ്യും, കുട്ടിക്ക് ഇപ്പോൾ പരിപൂർണ ആരോഗ്യവതിയാണ്, അല്ലെങ്കിൽ ആരോഗ്യവാനാണെങ്കിൽ മാത്രം നമ്മൾ പ്രസവിക്കും, അങ്ങനെയുള്ളത്. അപ്പോൾ അതിന് അല്ലെങ്കിൽ അവർ അബോർഷൻ ചെയ്യും. അപ്പോൾ പെണ്ണാണെങ്കിൽ അബോർഷൻ ചെയ്യും. ഇതാണ് രേണുസുതി അവിടെ ഉദ്ദേശിച്ചത്. അതിന് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ വൃത്തികേട് ചെയ്തിട്ട് മാത്രമൊന്നും അല്ല എല്ലാവരും അബോർഷൻ ചെയ്യുന്നത് കേട്ടോ. അതായത് ആണില്ലാതെ, അത് ഭർത്താവില്ലാതെ ഏതോ ഒരു ചെക്കനെ പിടിച്ച് ഗർഭം ഉണ്ടായിട്ട് അബോർഷൻ ചെയ്യുന്നു. അബോർഷൻ എന്ന് പറഞ്ഞാൽ പൊട്ട വേടാണ് എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് രേണുസുതി പറഞ്ഞു നോക്കി നോക്കൂ കേട്ടോ. സ്ത്രീകളാണ് അബോർഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സ്ത്രീകളാണെങ്കിൽ പ്രഗ്നന്റ് ആവും എന്നേ പറഞ്ഞു. അല്ലാതെ അബോർഷൻ ആക്കുന്ന അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ആ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ ആ രീതിയിലാണല്ലോ എടുക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ട്. സ്ത്രീകളാണോ, ഒരു പെണ്ണാണ് അമ്മയാവും അല്ലേ, പ്രഗ്നന്റ് ആവും അമ്മയാവും. ഇത്ര വലിയ സംഭവം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. വളച്ചൊടിച്ചിട്ട് അവർ അവരുടെ വീഴ്ച മുട്ടട്ടെ. എനിക്കെന്താ, എന്നെ സംബന്ധിച്ച് അതൊന്നും ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കടന്നവളാണ് അതുകൊണ്ട് ഇതല്ല, ഇതൊക്കെ മേലെ തലേ വന്ന് വീണാൽ പോലും ഞാൻ ഇങ്ങനെ. ഇവിടെ രേണുസുതി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് പറയേണ്ടിയിരുന്നില്ല. കാരണം രേണുസുതി ഇത് പറഞ്ഞിട്ട സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. അതായത് സ്ത്രീകളെല്ലാവരും അല്ല, സ്ത്രീകളാണെങ്കിൽ അബോർഷൻ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ചെറുത്തിട്ടു. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വായിക്ക് പെട്ടെന്ന് പറ്റിപ്പോകുന്ന തെറ്റ്. ഇത് അന്തിമ വിധിയല്ല. ഇത് നമ്മളൊരാളെ തൂക്കിലേറ്റാൻ പോകുന്ന അന്തിമ വിധിയല്ല രേണുസുതി പറഞ്ഞിട്ടത്. ഇതും പറഞ്ഞുകൊണ്ട് കുറേ ദിവസങ്ങളായി അബോർഷൻ ചെയ്തിട്ടില്ല. രേണുസുതി പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. അതായത് ഋതപ്പിനുണ്ടാവുന്നതിനേക്കാൾ 6 മാസം മുന്നേ രേണുസുതി അബോർഷൻ ചെയ്തിട്ടുണ്ട്. ആ രേഖകൾ ഉണ്ടാവാം, ആ രേഖകൾ വെച്ചിട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അബോർഷൻ ചെയ്തു എന്ന് പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചിട്ട് 1 മാസം ആക്കുന്നതിനേക്കാൾ മുന്നേ അബോർഷൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സുധിച്ചേട്ടൻ്റെ കുഞ്ഞായിക്കൂടെ 1 മാസമൊക്കെ എത്തുമ്പോൾ തന്നെയല്ലേ നമ്മൾ ഗർഭമുണ്ടോ ഗർഭമില്ലേന്ന് അറിയുള്ളൂ. അപ്പോൾ തന്നെയല്ലേ അപ്പോൾ ഇയാൾ മരിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല, അപ്പോഴാണ് ഗർഭമുണ്ടോയെന്ന് അറിയുന്നത്. അപ്പോൾ വേണമെങ്കിൽ അബോർഷൻ ചെയ്യാം ഇല്ലേ, ആ കുട്ടീനെ വളർത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വേണം അബോർഷൻ ചെയ്യാം. അത് തെറ്റായൊരു കാര്യമാണോ? ആ കുട്ടി രണ്ടാമതും വന്ന് ആ കുട്ടീനെ ചിലവിന് കൂടെ ഇവരെ തന്നെ അമ്മയും മോനെയും വളർത്താൻ തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് വളർന്നത് അല്ലേ, ആ കുട്ടീനെ വളർത്തിയത്. ഇപ്പോഴാണ് രേണുസുതി ഒന്ന് പച്ച പിടിച്ചത്. അപ്പോൾ ആ കുട്ടീനെ വളർത്താൻ സാമ്പത്തിക ശേഷിയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ അബോർഷൻ ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഓൺലൈൻ മീഡിയാസിൽ ഇതൊക്കെയാണ് പ്രശ്നം. എത്ര നല്ല നല്ല കാര്യങ്ങൾ കിടക്കുന്നത്, അതൊന്നും റീച്ച് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതുമ പിടിച്ചിട്ട് അബോർഷൻ കേസ് പിടിച്ചിട്ട് തൂങ്ങി കിടക്കുന്നത്.
പിന്നെ ഈ ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പുട്ട് ചെയ്യുന്ന പോലെയല്ല ഇത് എഡിറ്റ് ചെയ്തിട്ട് പറയാൻ വായ കൊണ്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അബോർഷൻ്റെ കേസിൻ്റെ കാര്യം ചോദിക്കുന്നു, വായ കൊണ്ട് അപ്പോൾ തന്നെ ആൻസർ പറഞ്ഞു പോകുന്നു. ഓൺ ദി സ്പോട്ടാണ്, ലൈവിൽ നടക്കുന്ന സംഭവമാണ്. ആ ലൈവിൽ നടക്കുന്ന സംഭവത്തിനെയാണ് ഇത്രയും വിമർശിക്കുന്നത്, ക്രിറ്റിസൈസ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് വിമർശിക്കാം. ഇതൊക്കെ എന്താണ് ഇത്രയധികം വിമർശിക്കാനുള്ളത്? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചെയ്യുമെന്ന് രേണുസുതി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി തെറ്റ് സമ്മതിക്കൂ രേണുസുതി, ഇനി തെറ്റ് സമ്മതിക്കൂ. എന്ത് തെറ്റ്? കൊല്ലാക്കൊല ചെയ്തോ? ആരെങ്കിലും ആൾക്കാരെ വിട്ട് റേപ്പ് ചെയ്യിച്ചോ? അല്ലെങ്കിൽ വേണ്ട ആരെങ്കിലും വേണ്ടാതിനെ ചെയ്യിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് തെറ്റ് സമ്മതിക്കൂ രേണുസുതി, തെറ്റ് സമ്മതിക്കൂ. കൊടി പിടിച്ച് നിൽക്കട്ടെ, രേണുസുതി വീടിന് മുന്നിൽ കൊടി പിടിച്ച് നിൽക്കട്ടെ. രേണുസുതിയുടെ ഒരു വോയിസ് നമുക്ക് കേൾക്കാട്ടോ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വലിയ സംഭവമായിട്ട് അത് അവർ കണ്ടു. ഞാനല്ല കണ്ടത്, അതേ പറഞ്ഞു. എന്താ പറയാ, BMW ഉള്ളവർക്കൊക്കെ അത് നിസ്സാരമായിരിക്കും നമ്മൾ ഒരു കാരണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതുപോലും വലിയ കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ വീട്ടുകാരുടെ സന്തോഷം, മക്കളെ ഭയങ്കര സന്തോഷമായിരുന്നു. അതിലേറെ സന്തോഷമായിരുന്നു. സോ ആ കാറുകാർക്കും ആ സന്തോഷം ഉണ്ടായിരുന്നു. അവരത് എല്ലാവരും അറിയിച്ചു. അല്ലാതെ ഞാൻ എന്ന് നടന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കാർ എടുക്കാൻ പോകണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അത് വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ എന്നെ സ്നേഹിക്കുന്ന രേണുസുതി ഒരു കാർ മേടിച്ചു. അതിപ്പോൾ എല്ലാവരും പറഞ്ഞത് BMW ഒന്നുമല്ലല്ലോ മേടിച്ചത്, അവളുടെ ഒരു അഹങ്കാരം കൂടി ഇരിക്കുന്നൊക്കെ. സ്വന്തമായി അധ്വാനിച്ച് ഒരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു എന്താ പറയുക, നമുക്കതൊരു അഭിമാനം ഉണ്ടാവും. അത് അഹങ്കാരമല്ല, ഒരു അഭിമാനം ഉണ്ടാവും. എൻ്റെ പൈസ കൊണ്ട് മേടിച്ച കാറല്ലേ എന്നൊരു അഭിമാനം ഉണ്ടാവും. അത് BMW ആവണ്ട, ഏറ്റവും ചെറിയ മാരുതിയോ ആൾട്ടോ എന്ത് മേടിക്കുകയാണെങ്കിൽ നമുക്കതൊരു മാനസിക സംതൃപ്തി ചെറുതൊന്നുമല്ല തരുന്നത് അല്ലേ, നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് വിമർശിക്കാനിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഇവർ കൽപ്പിച്ചു കൂട്ടി വിമർശിക്കുന്നതാണ്. ഇനി അടുത്ത വോയിസ് നമുക്ക് കേട്ട് നോക്കാം. യാത്രയൊക്കെ പണ്ടേ ഇഷ്ടമാണ്, ബസ്സിലും ട്രെയിനിലും ഒക്കെ. പിന്നെ പണ്ട് AC-ലല്ലായിരുന്നു, AC ബസ്സും ട്രെയിനും. ഇപ്പം പറയും അവൾ AC-യിൽ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ബുക്ക് ചെയ്യുന്ന ഒരു AC ബസ്സും ട്രെയിനുമാണ് ബുക്ക്. കാരണം കംഫോർട്ടായിട്ട് അവർക്ക് ഷൂട്ടിന് നമ്മൾ ആർട്ടിസ്റ്റുകൾ കംഫോർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഷൂട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമോ കംഫോർട്ടബിൾ ആകത്തുള്ളൂ. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നമുക്ക് ചെയ്യണത് AC ബസ്സോ AC ട്രെയിനോ അല്ല. ഞാൻ നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല അവർ ബുക്ക് ചെയ്യുന്നത്. കാരണം നമ്മളൊന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ അവർക്ക് കേട്ടല്ലോ, വിമർശിക്കുന്നവർ കേട്ടല്ലോ. ഇതൊന്നും ഒന്നൊരു സംഭവമല്ല. AC-ൽ നിങ്ങൾ യാത്ര ചെയ്യാറില്ലേ? രേണുസുതി യാത്ര ചെയ്താൽ മാത്രം എല്ലാവർക്കും പ്രോബ്ലം. അവളുടെ അഹങ്കാരം കൊണ്ടാണ് അല്ലേ, അതൊക്കെ. ഇനി വിവാഹത്തെക്കുറിച്ച് എത്രയോ വട്ടം രേണുസുതി പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ഈ മാധ്യമാസിന് ഈ അബോർഷൻ വിവാഹം ഇത് മാത്രമേ മാധ്യമസിന് ചോദിക്കാനുള്ളൂ കേട്ടോ. ഇനി ആ വിവാഹത്തെക്കുറിച്ച് രേണുസുതി പറയാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 വർഷം കഴിഞ്ഞ് ഒന്നെങ്കിൽ വിവാഹം കഴിക്കും അല്ലെങ്കിൽ കഴിക്കൂല. ഇതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാധ്യത ഉണ്ടാകാനും മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. 2 വർഷമാണ് സമയം. ഓൾറെഡി രേണുവിനൊരു പ്രേമുണ്ട്. ആ പ്രേമം എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നല്ല പുറത്തുനിന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ട്. അത് രേണു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പുറത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ UK ആണോ എന്ന് ചോദിച്ചപ്പോൾ ചിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സൗദി അറേബ്യ ആണോ അല്ലെങ്കിൽ ഖത്തറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളൊന്നും മിണ്ടുന്നില്ല. പക്ഷെ പുറത്തുനിന്നാണ് എന്ന് ആൾ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മാസം രേണുസുതിയുടെ ചിലവ് 3 ലക്ഷമാണ് എന്ന് പറയുന്നു. അത് രേണുസുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണുസുതി പറയുന്നുണ്ട്, ഒരു ക്രീം ബിസ്ക്കറ്റും ഒരു ചായയും കുടിക്കാൻ നിങ്ങൾക്ക് 3 ലക്ഷം ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതാണ് തിന്നാറുള്ളത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 1/2 കിലോ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു ആഴ്ചത്തേക്ക് ഉണ്ടാവും. ഞാനതിൻ്റെ ചാറ് മാത്രമേ കഴിക്കാറുള്ളൂ. അവിടെ എല്ലാവരും കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്, അസുഖക്കാരൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അതിനെങ്ങനെ 3 ലക്ഷം ആകും? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ ഇനിയിപ്പോൾ 3 ലക്ഷം ആകുന്നുണ്ടെന്ന് വിചാരിക്കുകയും ആ സ്ത്രീ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ അല്ലേ ആരും കൊടുത്തതല്ലോ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ അടുത്തോ മമ്മൂട്ടിയുടെ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 ലക്ഷം മാസം ചിലവുണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്തായിരിക്കും പ്രതികരണം? അപ്പോൾ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ എല്ലാവർക്കും കയറാം എന്നുള്ള രീതിയിലല്ലേ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ചെലവാക്കുന്നത് 2 ക്രീം ബിസ്ക്കറ്റിന് ഒരു കാപ്പിക്ക് ലക്ഷങ്ങൾ എവിടെ നിന്ന് ചെലവാക്കും? ഞങ്ങളുടെ വീട്ടിൽ ഒരു 1/2 കിലോ ഇറച്ചി മേടിച്ചാൽ അത് മതി ഒരാഴ്ചത്തേക്ക് ഇച്ചിരി വെച്ച് എല്ലാവരും കഴിയും. ഞാൻ ഇറച്ചിയും കൂട്ടത്തില്ല, ചിക്കനും കൂട്ടത്തില്ല, ബീഫും ഒന്നും ഞാൻ കൂട്ടത്തില്ല. അതിന്റെ ഗ്രേവി മാത്രമേ കൂട്ടത്തില്ല. എനിക്ക് എവിടെ 3 ലക്ഷം ചെലവ്? എന്തിനാണ് രേണുസുതി ഇതിനൊക്കെ ആൻസർ പറയാൻ നിൽക്കുന്നത്? 3 ലക്ഷം ചിലവുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്നാൽ എനിക്ക് അത്രയും വരുമാനമുള്ളതുകൊണ്ടല്ലേ ഞാൻ ചിലവാക്കുന്നത് എന്ന് പറഞ്ഞൊരു വിട്ടാൽ മതി. അതിന് മറുപടി പറയുമ്പോൾ അതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതൊക്കെ കണ്ടുപിടിച്ച് വേറെ ആൾക്കാർക്ക് ഓരോ കണ്ടന്റ് ഇട്ട് കൊടുത്ത് അവരത് കീറി പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് രേണുസുതി ഗർവ് കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഗർവില്, എന്താ അഹങ്കാരം, ആ വോയിസ് കേട്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വോയിസും കൂടി നമുക്ക് കേട്ടിട്ട് അവസാനിപ്പിക്കാം കേട്ടോ.
നീ എന്താ പ്രതികരിക്കുക? എനിക്കെന്താ, ഞാൻ എന്താ ആരെ പേടിക്കണം? എന്റെ മൂത്ത മകനും എന്റെ വീട്ടുകാരും എന്റെ കൂടെ. ശരിയാണ്, മൂത്ത മകനും അതുപോലെ താഴെയുള്ള മകനും വീട്ടുകാരും രേണുസുതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനു പേടിക്കണം? ഈ വേണ്ടാത്ത കുറേ എന്താ പറയുക അങ്ങോട്ടോട്ട് ഗോസിപ്പ് വരുന്നതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായി അധ്വാനിച്ചിട്ടുമാണ് ജീവിക്കുന്നത്. പിന്നെ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിക്കണം. എങ്ങനെയാണ്? നമ്മളെ എന്ത് ചെയ്യണം? സ്നേഹം കൊണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ നമ്മൾ പേടിക്കണം. അല്ലാതെ എന്ത് കിട്ടിയാലും ഇങ്ങനെ മുടിനാരിയാണ് അങ്ങനെ കീറി പരിശോധിക്കുന്ന പോലെ പരിശോധിക്കുന്ന ആൾക്കാരെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അവർ നമ്മൾ എന്ത് ചെയ്യണം? വിട്ട് കളയണം. എനിക്ക് പറയാനേ പറ്റത്തില്ല, ആൻസർ പറ്റത്തില്ല എന്ന് പറഞ്ഞ് രേണുസുതി വിട്ട് കളയണം. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.